നമസ്കാരം. മിഷൻ PSCയുടെ ഒരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഐശ്വര്യ. ഇപ്പോൾ ക്ലാസ് തുടങ്ങണേക്ക് മുമ്പ് ഒരു കാര്യം പറയാവേ. പഠിക്കണ കാര്യം പറയുന്നതിന് മുമ്പ് എൻ്റെ മോൻ ഇന്നലെ ഒരു വീഡിയോ ഷോർട്സ്, യൂട്യൂബ് ഷോർട്സ് കാണാണേ. അപ്പോൾ അതിൽ ഒരു JCB, ഒരു കുഞ്ഞു വണ്ടി ഇങ്ങനെ ചെളിയേക്കൂടെ പോവുകയാണ്, കുട്ടികളുടെ കളിക്കുന്ന വണ്ടി. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പ്രസൻറ്റ് ചെയ്യണ ആൾ പറയുകയാണേ, ഹലോ ഗൈസ്, നിങ്ങൾക്ക് പച്ച കളറാണ് ഇഷ്ടമെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കൂ. അഥവാ നിങ്ങൾക്ക് പച്ച കളർ ഇഷ്ടമല്ല, കറുപ്പ് കളറാണ് ഇഷ്ടമെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ. അപ്പോൾ എൻ്റെ മോൻ ചോദിച്ചു, അമ്മ എനിക്ക് ഓറഞ്ച് കളറാണ് ഇഷ്ടം, ഞാൻ എന്താ വേണ്ടതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, നീ അത് കമൻറ്റ് ചെയ്യ്, നിനക്ക് ഓറഞ്ച് കളറാണ് ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്തേക്കാൻ പറഞ്ഞു. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കിലേക്ക് പോകാം. നല്ലപോലെ പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. രാവിലെ ആയിട്ടുള്ളൂ. അപ്പം ഈ ആഴ്ചയിലത്തെ തൊഴിൽ വീതി മാക്സിമം ഇന്ന് തന്നെ തീർക്കാൻ പറ്റണേ. പഠിച്ച കാര്യങ്ങളൊക്കെ നമ്മുടെ ബ്രെയിനിൽ തങ്ങി നിൽക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന ടോപ്പിക്കിലെ പോയിന്റ്സ് ആണ് കൊടുത്തേക്കണത് കേട്ടോ. ഇന്നലെ ഒരു പേജ് നമ്മൾ തീർത്തതാണ്, അത് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കണം. ഇനി കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന ടോപ്പിക്ക് നോക്കാം. 1615 3 കപ്പലുകളുമായി കോഴിക്കോടിന് സമീപമെത്തിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ കീലിംഗ് ആണ് 1615 3 കപ്പലുകളുമായി കോഴിക്കോടിന് സമീപമെത്തിയ ഇംഗ്ലീഷ് ക്യാപ്റ്റൻ. ഇന്നലത്തെ വീഡിയോ ഞാൻ തന്നെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് സ്പീഡ് കൂടുതലുള്ള പോലെ തന്നെ എനിക്ക് തന്നെ ഫീൽ ചെയ്തു. ഞാൻ പതുക്കെ വളരെ സ്ലോവിൽ പറയാൻ ശ്രമിക്കാം, എന്നാൽ തന്നെയല്ല എല്ലാവർക്കും മനസ്സിലാവേമുള്ളൂ, കാണുന്നവർക്ക് മനസ്സിലാവണ്ടേ. 1615 3 കപ്പലുകളുമായി കോഴിക്കോടിന് സമീപമെത്തിയ ഇംഗ്ലീഷ് ക്യാപ്റ്റനാണ് ക്യാപ്റ്റൻ കീലിംഗ്. 1644 എവിടെ വ്യവസായശാല നിർമ്മിക്കാനാണ് വേണാട് രാജാവ് ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയത്? 1644 എവിടെ വ്യവസായം സ്റ്റാർട്ട് ചെയ്യാനാണ് വേണാട് രാജാവ് ഇംഗ്ലീഷുകാർക്ക് അനുവാദം നൽകിയത്? എവിടെയാണ്? വിഴിഞ്ഞം. നാട്ടുകാർ ചേർന്ന് ഇംഗ്ലീഷുകാരുടെ 5 തെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചത് ഏതു വർഷമായിരുന്നു? 1697. 3 വർഷങ്ങൾ പറഞ്ഞു അല്ലേ. 1615 പറഞ്ഞു, 1644 പറഞ്ഞു, 1697 പറഞ്ഞു. 1615 കോഴിക്കോട് ക്യാപ്റ്റൻ കീലിംഗ് വന്നത്. 1644 വേണാട് രാജാവ് ഇംഗ്ലീഷുകാർക്ക് വിഴിഞ്ഞത്ത് വ്യവസായം ആരംഭിക്കാൻ അനുവാദം നൽകി. 1697 5 തെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചത്. 1697 ഇംഗ്ലീഷുകാരുടെ 5 തെങ്ങിലെ ഫാക്ടറി ആക്രമിച്ചത് 1697. ഇനി അടുത്തത് 1721. ഒരുവിധം തുടക്കക്കാർക്കല്ല, ഒരുവിധം എല്ലാവർക്കും അറിയാം. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷമാണ് 1721. കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അടുത്ത പോയിന്റ്, ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഇംഗ്ലീഷ് വ്യാപാരി നേതാവ് ആരാണ്? ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപത്തിൽ കൊല്ലപ്പെട്ട ഇംഗ്ലീഷ് വ്യാപാരി നേതാവാണ് ഗിഫോർഡ്. ആറ്റിങ്ങൽ കലാപം നടന്ന വർഷം 1721. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു ഇന്ത്യൻ നാട്ടുരാജാവുമായി ആദ്യമായി ഉടമ്പടി ഉണ്ടാക്കിയത് 1723. ഏത് നാട്ടുരാജ്യവുമായാണ് ഉടമ്പടി ഉണ്ടാക്കിയത്? തിരുവിതാംകൂർ. 1723 തിരുവിതാംകൂർ നാട്ടുരാജ്യവുമായിട്ടാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആദ്യമായി ഒരു ഉടമ്പടി ഉണ്ടാക്കിയത്. 1723. യൂറോപ്പിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് അവസാനം കുറിച്ച 1749 ഏതു സന്ധിയാണ് ഉത്തര കേരളത്തിൽ അവർ തമ്മിൽ സമാധാനം പുലർത്താൻ ഇടയാക്കിയത്? എയ്ല ഷാപ്പൽ സന്ധി. ഇത് റാങ്ക് ഫയലിൽ കൊടുക്കുന്നത് വേറെ വേർഡായിട്ടോ. എയ്ല ഷാപ്പൽ സന്ധി എന്നാണ് തൊഴിൽ വീതിയിൽ പറഞ്ഞേക്കുന്നത്. യൂറോപ്പിൽ ഫ്രാൻസും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധത്തിന് അവസാനം കുറിച്ച 1749 ഏതു സന്ധിയാണ് ഉത്തര കേരളത്തിൽ അവർ തമ്മിൽ സമാധാനം പുലർത്താൻ ഇടയാക്കിയത്? എയ്ല ഷാപ്പൽ സന്ധി. 1792 ഏത് ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 1792 ശ്രീരംഗപട്ടണം ഉടമ്പടി കേട്ടിട്ടില്ലേ? 1792 ശ്രീരംഗപട്ടണം സന്ധിയാണ്
ആരൊക്കെ തമ്മിലാണ്? മലബാറും ബ്രിട്ടീഷുകാരും. മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായ ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി 1792. ഭരണ സൗകര്യം മുൻനിർത്തി മലബാറിനെ ബ്രിട്ടീഷുകാർ വടക്കൻ മലബാർ എന്നും തെക്കൻ മലബാർ എന്നും വേർതിരിച്ചത് ഏത് വർഷമാണ്? 1793. അവരുടെ ഇംഗ്ലീഷുകാരുടെ ഭരണ സൗകര്യാർത്ഥം വടക്കൻ മലബാർ തെക്കൻ മലബാർ എന്ന് വേർതിരിച്ചു 1793. ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ പഴശ്ശിരാജയെ സഹായിച്ച വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗമാണ് കുറിച്യർ. പഴശ്ശിരാജാവിനെ സഹായിച്ച വയനാട്ടിലെ ആദിവാസി വിഭാഗമാണ് കുറിച്യർ. മാവിലത്തോടിൻ്റെ കരയിൽ വെച്ച് ബ്രിട്ടീഷുകാരോട് ഏറ്റുമുട്ടി പഴശ്ശിരാജ വീരചരമം പ്രാപിച്ചത് എന്നാണ്? 1805 നവംബർ 30. 1805 നവംബർ 30 പഴശ്ശിരാജാവ് വീരമൃത്യു വരിക്കുന്നത്. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം ഏത് കലാപവുമായി ബന്ധപ്പെട്ടതാണ്? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക. കുറിച്യ കലാപം. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്ന മുദ്രാവാക്യം കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ടതാണ്. 1812 ഏതു കലാപത്തിനാണ് രാമനമ്പി നേതൃത്വം നൽകിയത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കുറിച്യ കലാപത്തിന് നേതൃത്വം നൽകിയത് രാമനമ്പി. വർഷം 1812. ബ്രിട്ടീഷുകാർക്ക് പിടികൊടുക്കാതിരിക്കാൻ 1809 എവിടെ വച്ചാണ് വേലുത്തമ്പി ദളവ ആത്മഹത്യ ചെയ്തത്? മണ്ണടി പത്തനംതിട്ട. അവിടെ വെച്ചിട്ടാണ് വേലുത്തമ്പി ദളവ 1809 ആത്മഹത്യ ചെയ്തത്. 1855 സെപ്റ്റംബർ 11 കോഴിക്കോട്ടെ വെസ്റ്റ് ഹില്ലിലെ കളക്ടറുടെ ബംഗ്ലാവിൽ വെച്ച് വധിക്കപ്പെട്ട മലബാർ കളക്ടർ HV കനോലി. ആകെ ബോറിംഗ് ആയിട്ട് ഒപ്പിക്കണല്ലോ ഇത്. കേരള ഹിസ്റ്ററി, സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ സിലബസിലുള്ളതാ, പഠിക്കാണ്ട് പറ്റില്ല. 1855 സെപ്റ്റംബർ 11 കോഴിക്കോട്ടെ വെസ്റ്റ് ഹില്ലിലെ കളക്ടറുടെ ബംഗ്ലാവിൽ വെച്ച് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കനോലി. 1857 മഹത്തായ കലാപകാലത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ആരാണ്? ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. 1857 വിപ്ലവത്തിൻ്റെ സമയത്ത് തിരുവിതാംകൂറിലെ ഭരണാധികാരി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി നാടുകടത്തിയ വേളയിൽ തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു? ശ്രീമൂലം തിരുനാൾ. ഉത്രം തിരുനാളായിരുന്നു 1857 കലാപത്തിൻ്റെ സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരി. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയില്ലേ, രാജ്യദ്രോഹ കുറ്റം ചുമത്തി. ആ സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്നു ഭരണാധികാരി. തിരുവിതാംകൂറിലെ ഏതു ദിവാന്റെ സ്വേച്ഛാധിപത്യ നയങ്ങളെ വിമർശിച്ചതിൻ്റെ പേരിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയെ 1910 നാടുകടത്തിയത്? 1910 രാമകൃഷ്ണപിള്ളയെ നാടുകടത്തിയത്. ആരെയാണ് പരിഹസിച്ചത് അദ്ദേഹം? സ്വേച്ഛാധിപത്യ നയങ്ങളെ വിമർശിച്ചത് പി രാജഗോപാലാചാരിനെയാണ് കേട്ടോ. പി രാജഗോപാലാചാരി. 1916 പാലക്കാട് വച്ച് നടന്ന പ്രഥമ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ്. 1916 പാലക്കാട് നടന്ന പ്രഥമ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. 1925 കേരള സന്ദർശന വേളയിൽ മഹാത്മാഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരി സേതുലക്ഷ്മി ഭായി. 1925 ഗാന്ധിജി കേരളത്തിൽ വന്ന വർഷമാണ്. ആ സമയത്ത് മഹാത്മാഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടി. 1925 എന്ന് പറയുമ്പോൾ ഏതായാലും സത്യാഗ്രഹമാണ്? വൈക്കം സത്യാഗ്രഹം. ആ സമയത്ത് ആരായിരുന്നു? സേതുലക്ഷ്മി ഭായി ആണെന്നും കൂടി ഓർത്തോളൂ. മഹാത്മാഗാന്ധി എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? എന്തിനെയാണ്? ക്ഷേത്രപ്രവേശന വിളംബരത്തിനെ. മഹാത്മാഗാന്ധി എന്തിനെയാണ് ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത്? ക്ഷേത്രപ്രവേശന വിളംബരം. മഹാത്മാഗാന്ധി ആദ്യമായി കേരളം സന്ദർശിച്ച വർഷം 1920. 1920 ആദ്യമായി കേരളം സന്ദർശിച്ചത്. മഹാത്മാഗാന്ധി അഞ്ചാമതും അവസാനവുമായി കേരളം സന്ദർശിച്ച വർഷം 1937. 1925 വന്നപ്പോഴാണ് സേതുലക്ഷ്മി ഭായി തമ്പുരാട്ടിയെ കണ്ടത്. 1920 ആദ്യമായിട്ട് ഗാന്ധിജി കേരളത്തിൽ വന്നത്. ഗാന്ധിജി അഞ്ചാമതും അവസാനമായും കേരളത്തിൽ വന്നത് 1937. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെട്ട അഞ്ചാമത്തെയും അവസാനത്തേതുമായ
മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയാണ്? മഞ്ചേരി. 1920 നടന്നത്. കേരളത്തിലെ സൂറത്ത് എന്നറിയപ്പെട്ട അഞ്ചാമത്തെയും അവസാനത്തേതുമായ മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1920 മഞ്ചേരിയിലാണ്. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായത് 1938. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1938. എവിടെ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിലാണ് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ ഐത്തോച്ചാടന പ്രമേയം നടന്നത്? 1923 കാക്കിനാട സമ്മേളനത്തിലാണ് ടി.കെ. മാധവന്റെ നേതൃത്വത്തിൽ ഐത്തോച്ചാടന പ്രമേയം പാസാക്കിയത്. കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ യുവാക്കളിലൂടെ 1924 തുടക്കം കുറിച്ച സമരം ഏതാണ്? വൈക്കം സത്യാഗ്രഹം. 1924 കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദ പണിക്കർ എന്നീ യുവാക്കളിലൂടെ 1924 തുടക്കം കുറിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം. 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? എ.കെ. ഗോപാലൻ. 1931 നവംബർ 1 ആരംഭിച്ച ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ.കെ. ഗോപാലൻ. ഉഗുനി നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉഗുനി 1930, 31, 32. ഉഗുനി എന്താണ്? ഉപ്പ് സത്യാഗ്രഹം. ഗുരുവായൂർ സത്യാഗ്രഹം നിവർത്തന പ്രക്ഷോഭം അല്ലേ? 1930 ഉപ്പ് സത്യാഗ്രഹം, 1931 ഗുരുവായൂർ സത്യാഗ്രഹം, ഉഗുനി. നീ എന്താണ്? 1932 നിവർത്തന പ്രക്ഷോഭം. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഹിതപരിശോധന നടന്നത് ഏത് താലൂക്കിലാണ്? പൊന്നാനി താലൂക്കിലാണ് ഹിതപരിശോധന നടന്നത്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് എന്താണ് ഹിതപരിശോധന നടന്നത്? പൊന്നാനി താലൂക്കിലാണ്. വാരിയൻകുന്നത്ത് മുഹമ്മദ് ഹാജി. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയാണ്. വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, സീതി കോയ തങ്ങൾ തുടങ്ങിയവർ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്താണ്? മലബാർ കലാപം. മലബാർ കലാപവുമായി ബന്ധപ്പെട്ടവരാണ് വാരിയൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി, അലി മുസ്ലിയാർ, സീതി കോയ തങ്ങൾ. മലബാർ കലാപം പശ്ചാത്തലമാക്കി കുമാരനാശാൻ രചിച്ച കവിത ദുരവസ്ഥ. മലബാർ കലാപത്തിനെ ആധാരമാക്കി കുമാരനാശാൻ രചിച്ച കവിതയാണ് ദുരവസ്ഥ. ഏത് സംഭവത്തെയാണ് ചരിത്രകാരനായ സുമിത് സർക്കാർ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്? ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് സുമിത് സർക്കാർ വിശേഷിപ്പിച്ചത് വാഗൺ ട്രാജഡിയാണ്. വാഗൺ ട്രാജഡിനെയാണ് സുമിത് സർക്കാർ ബ്ലാക്ക് ഹോൾ ഓഫ് പോത്തന്നൂർ എന്ന് വിശേഷിപ്പിച്ചത്. കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ പ്രധാന വേദിയായ ഏതു പ്രദേശമാണ് രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത്? രണ്ടാം ബർദോളി പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെട്ടത് പയ്യന്നൂരാണ്. കേരളത്തിലെ ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ മാർച്ചിങ് സോങ് ആയ വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ഗാനം രചിച്ചത് അംശി നാരായണ പിള്ള. വരിക വരിക സഹചരെ എന്ന ഗാനം രചിച്ചതാരാണ്? അംശി നാരായണ പിള്ള. മൊറാഴ സമരത്തിൽ ഉൾപ്പെട്ട വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആർക്കാണ് അതിൽ നിന്ന് ഇളവ് നേടാൻ ഗാന്ധിജിയുടെ ഇടപെടൽ കാരണമായത്? കെ.പി.ആർ. ഗോപാലൻ. അദ്ദേഹത്തിന് വധശിക്ഷയ്ക്കാണ് വിധിച്ചത്. പക്ഷെ ഗാന്ധിജിയെ ഇടപെട്ടതുകൊണ്ട് അതിൽ നിന്ന് മാറ്റി കിട്ടി കേട്ടോ. മൊറാഴ സമരത്തിൽ ഉൾപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആർക്കാണ് അതിൽ നിന്ന് ഇളവ് നേടാൻ ഗാന്ധിജിയുടെ ഇടപെടൽ കാരണമായത്? കെ.പി.ആർ. ഗോപാലൻ. കെ.പി.ആർ. ഗോപാലൻ. 1941 കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് പുഴയുടെ തീരത്ത് വെച്ച് നടന്ന സമരം ഏതാണ്? 1941 കയ്യൂർ സമരം. 1941 നടന്ന കയ്യൂർ സമരം എവിടെ വെച്ചാണ് നടന്നത്? കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് പുഴയുടെ തീരത്ത് വെച്ച് നടന്ന സമരമാണ് കയ്യൂർ സമരം. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഏതു ദിവാന്റെ നടപടിയാണ് 1936 വിദ്യുത് ശക്തി പ്രക്ഷോഭത്തിന് കാരണമായത്? ആർ.കെ. ഷൺമുഖം ചെട്ടി. തൃശ്ശൂരിലെ വൈദ്യുതി വിതരണം ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കാനുള്ള ഏതു ദിവാന്റെ നടപടിയാണ് 1936 വിദ്യുത് ശക്തി പ്രക്ഷോഭത്തിന് കാരണമായത് എന്ന് ചോദിച്ചാൽ ആർ.കെ. ഷൺമുഖം ചെട്ടി കേട്ടോ. കടയ്ക്കൽ ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ നേതൃത്വത്തിൽ കടയ്ക്കൽ പ്രക്ഷോഭം നടന്നത് ഏതു ജില്ലയാണ്? കൊല്ലം. കടയ്ക്കൽ എന്ന് പറഞ്ഞ സ്ഥലം ഇവിടെ കൊല്ലത്താണ് കേട്ടോ. കടയ്ക്കൽ ഫ്രാങ്കോ രാഘവൻ പിള്ളയുടെ നേതൃത്വത്തിൽ നടന്ന പ്രക്ഷോഭം നടന്നത് ഏതു ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ദേശീയ തലത്തിൽ ഏത് പ്രക്ഷോഭത്തോടനുബന്ധമായാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്?
കീഴരിയൂർ ബോംബ് കേസ് ദേശീയ തലത്തിൽ ഏത് പ്രക്ഷോഭത്തോടനുബന്ധമായാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നത്? ഏത് പ്രക്ഷോഭമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരത്തോടനുബന്ധിച്ച് കേരളത്തിൽ നടന്ന സംഭവമാണ് അങ്ങനെയാണ് ചോദിക്കാറ്. ഇതിപ്പോൾ നേരെ തിരിച്ചാണ് ചോദിച്ചേക്കണേ. ദേശീയ തലത്തിലെ ഏത് പ്രക്ഷോഭത്തോട് അനുബന്ധമായാണ് കീഴരിയൂർ ബോംബ് കേസ് നടന്നതെന്നാണ് ചോദിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരം. അടുത്തത് 1946 തോൽവിറക് സമരം നടന്നത് ഏത് ജില്ലയിലാണ്? തോൽവിറക് സമരം നടന്നത് കാസർഗോഡ് ജില്ലയിലാണ് തോൽവിറക് സമരം നടന്നത്. 1938 രൂപം കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷൻ പട്ടം താണുപിള്ള. 1938 രൂപം കൊണ്ട് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആദ്യത്തെ അധ്യക്ഷനാണ് പട്ടം താണുപിള്ള. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി VR കൃഷ്ണൻ എഴുത്തച്ഛൻ. VR കൃഷ്ണൻ എഴുത്തച്ഛനാണ് കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സെക്രട്ടറി. VR കൃഷ്ണൻ എഴുത്തച്ഛൻ. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ഇരിങ്ങാലക്കുട. കൊച്ചി രാജപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് ഇരിങ്ങാലക്കുടയാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഫെമിലിയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പുന്നപ്ര വയലാർ സമരവുമായി ബന്ധപ്പെട്ടതാണ്. അമേരിക്കൻ മോഡൽ അറബിക്കടലിൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ പുന്നപ്ര വയലാർ സമരം. തിരുകൊച്ചി രൂപീകരണ സമയത്ത് കൊച്ചിയിലെ രാജാവ് ആരാണ്? പരീക്ഷിത്ത് തമ്പുരാൻ. തിരുകൊച്ചി രൂപീകരണ സമയത്ത് കൊച്ചിയിലെ രാജാവ് പരീക്ഷിത്ത് തമ്പുരാനായിരുന്നു. തിരുകൊച്ചി സംസ്ഥാന രൂപീകരണം മുതൽ കേരള സംസ്ഥാന രൂപീകരണം വരെ ചിത്തിര തിരുനാൾ മഹാരാജാവ് വഹിച്ച പദവി രാജപ്രമുഖൻ എന്നാണ് അറിയപ്പെട്ടത് കേട്ടോ. തിരുകൊച്ചി സംസ്ഥാന രൂപീകരണം മുതൽ കേരള സംസ്ഥാന രൂപീകരണം വരെ ചിത്തിര തിരുനാൾ മഹാരാജാവ് വഹിച്ച പദവി ഏതാണ്? രാജപ്രമുഖൻ. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത് ആരാണ്? ബാരിസ്റ്റർ GP പിള്ള. ബാരിസ്റ്റർ GP പിള്ളയാണ് ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെട്ടത്. ബാരിസ്റ്റർ GP പിള്ള. അപ്പം കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇത്രയും പോയിന്റ്സ് ആണ് കേട്ടോ കൊടുത്തത്. ഒരെണ്ണം വിട്ടിട്ടുണ്ട്, ഒന്ന് പെട്ടിക്കള്ളിയിൽ കൊടുത്തേക്കാണ്. പഴശ്ശിരാജയെ കേരള സിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ രചിച്ച കൃതിയാണ് കേരളസിംഹം. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ച് ഏതു ചരിത്രകാരൻ രചിച്ച കൃതിയാണ് കേരളസിംഹം? സർദാർ KM പണിക്കർ. കേരളസിംഹം രചിച്ചത് സർദാർ KM പണിക്കർ. അതിവിടെ ഒരു പെട്ടിക്കോളത്തെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും പോയിന്റാണ് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങൾ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത്. ഇനി അടുത്ത പേജിൽ ജീവകങ്ങളും രോഗങ്ങളും സയൻസുമായി ബന്ധപ്പെട്ടതാണേ. വിട്ടുകളയേണ്ട, വായിച്ചു പോവാം. എന്നുവെച്ചാൽ അടുത്ത ആഴ്ച പുതിയത് വരില്ലേ, വെറുതെ പെയിൻറ്റിങ് ഇട്ടിട്ട് കാര്യമില്ല, ഒന്നും പഠിക്കലൊന്നും ഉണ്ടാവില്ല. അപ്പം നമുക്കത് വായിച്ചു പോവാം. ഒരു തവണ കേട്ടാലും ഉള്ളവർ വീണ്ടും വീണ്ടും ഈ പേജുകൾ എടുത്ത് നോക്കി, തൊഴിൽ വീതി എടുത്ത് നോക്കി റിവൈസ് ചെയ്ത് പോവുക. ഇനി ഇത് വരുത്താത്തവരുണ്ടെങ്കിൽ വീഡിയോ വീണ്ടും വീണ്ടും കേൾക്കുക കേട്ടോ. കേട്ട് പഠിക്കുക. നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണത്. എന്താ പറയുക, നല്ലപോലെ അറിവുള്ളവർ സിലബസ് വൈസായിട്ട് റെഡിയാക്കി നമുക്ക് പഠിക്കാൻ തന്നേണ നോട്ട്സാണ് ഇതൊക്കെ. തൊഴിൽ വാർത്തയിലും തൊഴിൽ വീതിയിലും PSC ബുള്ളറ്റിനിലൊക്കെ തന്നേണത്. നമുക്ക് പഠിക്കുക, ഈസി ആയിട്ട് പറക്കി പഠിച്ചാൽ മതി. അങ്ങനെ നോട്ടാക്കി തന്നേണതാണ്. അപ്പോൾ ഇതിനൊന്നും വിട്ട് കളയാനില്ല. അപ്പോൾ അത് വായിച്ച് തന്നെ പോവാം. അപ്പോൾ സയൻസിലെ ടോപ്പിക്കാണ് ജീവകങ്ങളും രോഗങ്ങളും. ജീവകങ്ങളും രോഗങ്ങളും എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ട്സ്, ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ജീവകങ്ങളും രോഗങ്ങളും എന്ന് പറഞ്ഞ ടോപ്പിക്ക് വായിക്കാം. 1881 വൈറ്റമിനുകളുടെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞ റഷ്യൻ ശാസ്ത്രജ്ഞൻ നിക്കോളായി ലുനിനാണ് 1881 വൈറ്റമിനുകളുടെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞ റഷ്യൻ ശാസ്ത്രജ്ഞൻ നിക്കോളായി ലുനിൻ. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ പേരാണ്. 1881 വൈറ്റമിനുകളുടെ സാന്നിധ്യം ആദ്യമായി തിരിച്ചറിഞ്ഞ റഷ്യൻ ശാസ്ത്രജ്ഞൻ നിക്കോളായി ലുനിൻ. ഗാസിമർ പങ്കൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഞാനത് മാർക്ക് ചെയ്യട്ടെ. ഇനി രണ്ടാമതൊന്നും എടുത്ത് നോക്കലൊന്നും ഉണ്ടാവില്ല, എന്നാലും വെറുതെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് പോവാം. അടുത്തത് ശരീരത്തിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾക്കാവശ്യമായ പോഷക ഘടകങ്ങളായ ജീവകങ്ങൾക്ക് 1912 വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ച പോളിഷ് അമേരിക്കൻ ബയോകെമിസ്റ്റ്
പോളിഷ് അമേരിക്കൻ ബയോ കെമിസ്റ്റ് ആണ് കേട്ടോ കാസിമർ ഫങ്ക്. അയാളാണ് ജീവകങ്ങൾക്ക് 1912 വൈറ്റമിൻ എന്ന പേര് നിർദ്ദേശിച്ചത്. ലയന സ്വഭാവം അനുസരിച്ച് വൈറ്റമിനുകളെ കൊഴുപ്പിൽ ലയിക്കുന്നവ ജലത്തിൽ വളർച്ചയായിട്ട് പറയണില്ല. ജലത്തിൽ ലയിക്കുന്നവയുണ്ട്, കൊഴുപ്പിൽ ലയിക്കുന്നവയുണ്ട്. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ആണ് ഏതൊക്കെ? വിറ്റാമിൻ ബിയും സിയും. കൊഴുപ്പിൽ ലയിക്കുന്നതാണ് എ, ഡി, ഇ, കെ. ജീവകം എയും ഡിയും ഇയും കെയാണ് കൊഴുപ്പിൽ ലയിക്കുന്നവ, ബിയും സിയും ജലത്തിൽ ലയിക്കുന്നവ. ആ പോയിന്റാണ് ഇവിടെ വളർച്ചയായിട്ട് പറഞ്ഞേക്കണം. അപ്പോൾ അത് പറഞ്ഞു കേട്ടോ. അടുത്തത്, വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥ ഏത് പേരിൽ അറിയപ്പെടുന്നു? വൈറ്റമിൻ്റെ അളവ് കൂടിയാൽ ഹൈപ്പർ വൈറ്റമിനോസിസ്. ഹൈപ്പർ വൈറ്റമിനോസിസ് എന്നാണ് പറയാം. വൈറ്റമിനുകൾ കൂടുതലാകുന്നത് മൂലം ശരീരത്തിനുണ്ടാകുന്ന അവസ്ഥയാണ് ഹൈപ്പർ വൈറ്റമിനോസിസ്. ചർമ്മം, കോശം, കണ്ണുകൾ എന്നിവയുടെ ആരോഗ്യത്തിന് ആവശ്യമായ ഏത് വൈറ്റമിനാണ് ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്നത്? ഏതാ? കണ്ണുകളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിനാണ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ ആണ് ബ്രൈറ്റ് ഐ എന്നറിയപ്പെടുന്നത്. വൈറ്റമിൻ എ ആണ്. ഏത് വൈറ്റമിനാണ് രാസപരമായി റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്? റെറ്റിനോൾ. വൈറ്റമിൻ എ ആണ് രാസപരമായി റെറ്റിനോൾ എന്നറിയപ്പെടുന്നത്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ലാത്ത ഏത് രോഗാവസ്ഥയാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ലാത്ത ഏത് രോഗാവസ്ഥ? ഏതാണ്? നിശാന്തതയാണ്. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ചശക്തി ഇല്ലാത്ത ഏത് രോഗാവസ്ഥയാണ് വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നത് ചോദിച്ചപ്പോൾ നിശാന്തത. ഇങ്ങനെ ചോദിക്കാറ്, നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണെന്ന് ചോദിക്കാറ്. അപ്പോൾ അവരത് തിരിച്ച് ചോദിച്ചേക്കാം. അപ്പോൾ നേരത്തെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റം പറഞ്ഞപ്പോഴും തിരിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ PSC അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് ചോദിക്കണം. അപ്പോൾ അത് ചോദ്യവും പഠിക്കാം, ഉത്തരം പഠിക്കാം. അതിൻ്റെ ഓരോ ഉത്തരം ഏത് ചോദ്യത്തിൻ്റെ ആണെന്ന് മനസ്സിലാക്കി പഠിച്ചു പോവാം. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാം. സിനോണിംസും ആൻറ്റോണിംസും പറയുമ്പോൾ ഒരു സൈഡിൽ മാത്രം നമ്മൾ പഠിച്ചു പോയിട്ട് കാര്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കണമെന്ന് പറയില്ലേ കുട്ടികളോട്? അതുപോലെ ജീവകം എയുടെ കുറവ് മൂലം കണ്ണിനെ ബാധിക്കുന്ന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കോർണിയ വരളുകയും ക്രമേണ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത്? കോർണിയ എന്താ പറയുക, ജലത്തിൻ്റെ അത് കുറയില്ലേ? ജീവകം എയുടെ കുറവ് മൂലം കണ്ണിനെ ബാധിക്കുന്ന ഏത് രോഗത്തിൻ്റെ ലക്ഷണമാണ് കോർണിയ വരളുകയും ക്രമേണ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നത്? സിറോഫ്താൽമിയ എന്ന രോഗാവസ്ഥയാണ് കേട്ടോ അത്. അതിൻ്റെ ലക്ഷണമാണ് കോർണിയ വരളും അതുപോലെ തന്നെ ക്രമേണ വ്രണങ്ങൾ രൂപപ്പെടുകയും ചെയ്യുന്നു. സിറോഫ്താൽമിയ ഗുരുതരമായാൽ കോർണിയ പൂർണ്ണമായും നശിക്കുകയും അന്ധത ബാധിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥ. എന്നാൽ കെരാറ്റോമലേസിയാണ് കേട്ടോ. സിറോഫ്താൽമിയയുടെ ഇത് കൂടണമെങ്കിൽ ആ രോഗാവസ്ഥ ഗുരുതരമായാൽ കോർണിയ പൂർണ്ണമായും നശിക്കുകയും അന്ധത ബാധിക്കുകയും ചെയ്യുന്ന രോഗാവസ്ഥയാണ് എന്ത്? അതാണ് കെരാറ്റോമലേസിയ. എല്ലാ ഇലകളിലും അടങ്ങിയിരിക്കുന്ന ഏത് വർണ്ണകമാണ് ഉപാപചയ പ്രവർത്തനങ്ങളിലൂടെ ജീവകം എ ആയി മാറുന്നത്? എല്ലാ ഇലകളിലും അടങ്ങിയിരിക്കുന്ന ഏത് വർണ്ണകമാണ് ഉപാപചയ പ്രവർത്തനത്തിലൂടെ ജീവകം എ ആയി മാറുന്നത്? കരോട്ടിൻ എന്ന് പറയുന്ന വർണ്ണകമാണ് കേട്ടോ. തയാമിൻ എന്ന രാസനാമമുള്ള ജീവകം B1ന്റെ അപര്യാപ്തത മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം B1ന്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബറി ബാധിക്കുന്നത് നാഡീവ്യവസ്ഥേനെയാണെന്നും ഓർക്കാം. തയാമിൻ എന്ന രാസനാമമുള്ള ജീവകം B1ന്റെ അപര്യാപ്തത മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗമാണ് തയാമിൻ. സാധാരണ എങ്ങനെയാണ് B1ന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം? ബെറിബറി. അത്രേ നമുക്ക് അറിയുള്ളൂ. ഇത് ഇവിടെ വളച്ചു കെട്ടി ചോദിച്ചേക്കണോ? തയാമിൻ എന്ന രാസനാമമുള്ള ജീവകം B1ന്റെ അപര്യാപ്തത മൂലം നാഡീവ്യവസ്ഥയെ ബാധിക്കുന്ന രോഗം ഏതാണ്? ബെറിബറി. അടുത്തത്, ത്വക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ഏത് ജീവകമാണ് വൈറ്റമിൻ ജി, ലാക്ടോഫ്ലേവിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ജീവകം B2 റൈബോഫ്ലേവിൻ. ത്വക്കിൻ്റെയും വായുടെയും ആരോഗ്യത്തിന് ആവശ്യമായ ജീവകമാണ് കേട്ടോ ജീവകം B2 അല്ലെങ്കിൽ റൈബോഫ്ലേവിൻ. അടുത്തത്, ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്നും നിർമ്മിക്കപ്പെടുന്ന ഏത് ജീവകത്തിൻ്റെ രാസനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നിവ? ജീവകം B3. ജീവകം B3യുടെ കേട്ടോ രാസനാമമാണ് എന്താണ്?
നിക്കോട്ടിനിക് ആസിഡ് അല്ലെങ്കിൽ നിയാസിൻ, ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൽ നിന്ന് നിർമ്മിക്കപ്പെടുന്ന ഏതു ജീവകത്തിൻ്റെ രാസനാമമാണ് നിയാസിൻ അല്ലെങ്കിൽ നിക്കോട്ടിനിക് ആസിഡ് എന്നിവ? ഏതിൻ്റെയാണ്? ജീവകം B3യുടെ രാസനാമമാണ് നിയാസിൻ, നിക്കോട്ടിനിക് ആസിഡ് എന്നിവ. പെല്ലഗ്ര ഏതു ജീവകത്തിൻ്റെ അപര്യാപ്തത രോഗമാണ്? പെല്ലഗ്ര B3യുടെ വിറ്റാമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. പാൻതോഥനിക് ആസിഡ് എന്ന രാസനാമമുള്ള ഏതു ജീവകമാണ് ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? ജീവകം B5. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ, സ്ട്രെസ് കുറയ്ക്കും. ആൻറ്റി സ്ട്രെസ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്? ജീവകം B5. ജീവകം H എന്നും അറിയപ്പെടുന്ന ഏതു വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ? ജീവകം H എന്നും അറിയപ്പെടുന്ന ഏതു വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ? B7. ജീവകം B7 ആണ് എന്തറിയപ്പെടുന്നത്? ജീവകം H എന്നും അറിയപ്പെടുന്ന ഏത് വൈറ്റമിൻ്റെ ശാസ്ത്രീയ നാമമാണ് ബയോട്ടിൻ എന്ന് ചോദിച്ചാണ് കേട്ടോ. ജീവകം B7. അടുത്തത് അതൊരു പെട്ടിക്കള്ളിയിൽ കൊടുത്തിട്ടുണ്ട് ഒരെണ്ണം. സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിനടിയിലൂടെ എർഗസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏത് വൈറ്റമിനായാണ് രൂപപ്പെടുന്നത്? വൈറ്റമിൻ D. സൂര്യൻ്റെ അൾട്രാവയലറ്റ് കിരണങ്ങൾ ത്വക്കിൽ പതിക്കുമ്പോൾ ത്വക്കിനടിയിലുള്ള എർഗസ്റ്റിറോൾ എന്ന കൊഴുപ്പ് ഏതു വൈറ്റമിനായാണ് രൂപാന്തരപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ വൈറ്റമിൻ D ആയിട്ടാണ് രൂപപ്പെടുന്നത് കേട്ടോ. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപാദനത്തിന് അനിവാര്യമായ ഏതു ജീവകമാണ് ഫ്ലൂറാസിൻ, ടിരോയിൽ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ജീവകം B9. ന്യൂക്ലിക് ആസിഡുകൾ, ചുവന്ന രക്താണുക്കൾ, ഹീമോഗ്ലോബിൻ എന്നിവയുടെ ഉൽപാദനത്തിന് അനിവാര്യമായ ഏതു ജീവകമാണ് ഫ്ലൂറാസിൻ, ടിരോയിൽ, ഗ്ലൂട്ടാമിക് ആസിഡ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്? ജീവകം B9. ഏത് സബ്ജക്റ്റ് എടുത്താലും ബോറിംഗ് ആണല്ലോ. നേരത്തെ ഹിസ്റ്ററി ഇപ്പോൾ ബോറടിക്കണമെന്ന് പറഞ്ഞു. സയൻസും അതെ. അതെന്താണെന്ന് അറിയാം, നമുക്ക് ഒന്നിനോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇപ്പോൾ പിള്ളേരാണെങ്കിൽ സിനിമ കാണുമ്പോൾ നോക്കി 10 തവണ കണ്ട സിനിമയാണെങ്കിലും എത്ര ഇഷ്ടത്തോടുകൂടിയാണ് കാണണം. ആദ്യമായിട്ട് കാണുന്ന പോലെ എൻ്റെ പിള്ളേർ കണ്ട് 10 തവണ കണ്ട സിനിമയായിരിക്കും. പിന്നെയും ആദ്യമായിട്ട് കാണുന്ന പോലെ ചിരിച്ച് എത്ര എൻജോയ് ചെയ്താൽ കാണണേ. അതുപോലെ നമ്മളും എൻജോയ് ചെയ്ത് പഠിക്കണം. കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് കാര്യമില്ല, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്, ഞാനിവിടെ നിന്ന് കഷ്ടപ്പെട്ട് തന്നെ വായിക്കണം. അപ്പോൾ ഇഷ്ടത്തോടു കൂടി വായിക്കാൻ ശ്രമിക്കാം കേട്ടോ. നമുക്കിത് അധികം പരിചയമില്ലാത്ത ടോപ്പിക് ആയതുകൊണ്ടായിരിക്കാം സയൻസ് അത്ര അധികം ഫെമിലിയർ അല്ല. ബാക്കി സബ്ജക്റ്റുകൾ പഠിക്കുന്ന പോലെ ഇംഗ്ലീഷും മാത്സൊക്കെ പഠിക്കുന്ന പോലെ അത്രയ്ക്ക് അങ്ങോട്ട് സുഖകരമല്ലാത്തതുകൊണ്ടാവാം ഒരു അസ്വസ്ഥത ഉണ്ടാവണേ. പക്ഷെ അസ്വസ്ഥത ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് മാർക്കല്ലേ ആവശ്യം, പഠിക്കാണ്ട് പറ്റില്ല. അപ്പോൾ വായിച്ചു പോവാം. കൃത്രിമമായി നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ വൈറ്റമിനായ ജീവകം സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ്. ജീവകം സി ആണ് അസ്കോർബിക് ആസിഡ്. ഇതാണ് ആദ്യമായിട്ട് കൃത്രിമമായി നിർമ്മിച്ചത് കേട്ടോ. ഏതു വൈറ്റമിൻ്റെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗമാണ് സ്കർവി? ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. സൺഷൈൻ വൈറ്റമിൻ, ആൻറ്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതു വൈറ്റമിൻ്റെ രാസനാമമാണ് കാൽസിഫെറോൾ? ജീവകം ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. റിക്കറ്റ്സ്, ഓസ്റ്റിയോമലേസിയ തുടങ്ങിയവ ഏതു വൈറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ്? വൈറ്റമിൻ ഡി. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗം തന്നെയാണ് റിക്കറ്റ്സും ഓസ്റ്റിയോമലേഷ്യയും. പ്രത്യുൽപാദന വ്യവസ്ഥയുടെ ശരിയായ പ്രവർത്തനത്തിന് ആവശ്യമായ ഏതു വൈറ്റമിനാണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ അല്ലെങ്കിൽ ബ്യൂട്ടി വൈറ്റമിൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്? ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, ബ്യൂട്ടി വൈറ്റമിൻ. ഏതാണ്? വൈറ്റമിൻ ഇ ആണ്. ജീവകം ഇ. വൈറ്റമിൻ ഇ ആണ് ആൻറ്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നും ബ്യൂട്ടി വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നത്. അടുത്ത പോയിന്റ്, ആൽഫ ടോക്കോഫെറോൾ, ബീറ്റ ടോക്കോഫെറോൾ എന്നിവ ഏതു ജീവകത്തിൻ്റെ വിവിധ രൂപങ്ങളാണ്? വൈറ്റമിൻ ഇയുടെ വിവിധ രൂപങ്ങളാണ് ഏത്? ബീറ്റ ടോക്കോഫെറോൾ, ആൽഫ ടോക്കോഫെറോൾ എന്നിവ. ആൻറ്റി ഹെമറാജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്ന ഏത് ജീവകത്തിൻ്റെ രാസനാമമാണ് ഫിലോക്വിനോൺ? ഏതാണ്? ജീവകം കെ.
ജീവകം കെയുടെ രാസനാമമാണ് എന്ത്? ഫില്ലോക്വിനോൺ. ആന്റി ഹെമറാജിക് വൈറ്റമിൻ എന്നും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ജീവകം കെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ആന്റി ഹെമറാജിക് വൈറ്റമിൻ. കോളറ, ക്ഷയം, ടെറ്റനസ്, പ്ലേഗ്, സിഫിലിസ്, വില്ലൻ ചുമ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവി ഏതാണ്? ബാക്ടീരിയ. ബാക്ടീരിയ ആണ് കോളറ, ക്ഷയം, ടെറ്റനസ്, പ്ലേഗ്, സിഫിലിസ്, വില്ലൻ ചുമ തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മജീവി ബാക്ടീരിയ. ബാസിലസ് ബാക്ടീരിയ ദണ്ഡാകൃതിയിലും വിബ്രിയോ ബാക്ടീരിയ കോമ ആകൃതിയിലുമാണ്. ബാസിലസ് ബാക്ടീരിയ എങ്ങനെയാ? ഒരു വടിയുടെ ദണ്ടിന്റെ ആകൃതിയും വിബ്രിയോ കോളറ കോമയുടെ ആകൃതിയുമാണ്. എന്നാൽ കോക്കസ് ബാക്ടീരിയയുടെ ആകൃതി ഗോളാകൃതി. കോക്കസ് ബാക്ടീരിയയ്ക്ക് ഗോളാകൃതി, ബാസിലസ് ബാക്ടീരിയയ്ക്ക് ദണ്ഡാകൃതി, വിബ്രിയോ ബാക്ടീരിയയ്ക്ക് കോമ ആകൃതിയുമാണ്. കറുത്ത മരണം എന്നറിയപ്പെടുന്ന രോഗമായ പ്ലേഗ് പരത്തുന്നത് ഏത് ബാക്ടീരിയ ആണ്? യെർസീനിയ പെസ്റ്റിസ്. യെർസീനിയ പെസ്റ്റിസ് ആണ് കറുത്ത മരണം എന്നറിയപ്പെടുന്ന പ്ലേഗ് രോഗം പരത്തുന്നത്. പോളിയോ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ജലദോഷം, സാഴ്സ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്ന സൂക്ഷ്മാണു വൈറസ്. പോളിയോ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ജലദോഷം, സാഴ്സ് ഇതൊക്കെ പരത്തുന്ന സൂക്ഷ്മാണുവാണ് വൈറസ്. ബാക്ടീരിയൽ ഡിസീസസ് പറഞ്ഞു, വൈറസ് ഡിസീസസും പറഞ്ഞു കേട്ടോ. പോളിയോ, എയ്ഡ്സ്, ചിക്കൻ ഗുനിയ, ജലദോഷം, സാഴ്സ് തുടങ്ങിയ രോഗങ്ങൾ പരത്തുന്നത് വൈറസാണ്. എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് തുടങ്ങിയവ ഏതു രോഗത്തിൻ്റെ നിർണയവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എയ്ഡ്സ് രോഗനിർണയവുമായി ബന്ധപ്പെട്ട ടെസ്റ്റുകളാണ് എലീസ ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് തുടങ്ങിയവ. ഏത് രോഗത്തിന് അടിമപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യ സൂചകമായാണ് റെഡ് റിബൺ ധരിക്കുന്നത്? എയ്ഡ്സ് രോഗത്തിന് അടിമപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യ സൂചകമായിട്ടാണ് കേട്ടോ റെഡ് റിബൺ ധരിക്കുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ എയ്ഡ്സ് കേസ് റിപ്പോർട്ട് ചെയ്തത് ഏത് നഗരത്തിലാണ്? ഇന്ത്യയിലെ ആദ്യത്തെ എയ്ഡ്സ് റിപ്പോർട്ട് ചെയ്തത് ചെന്നൈയിലാണ്. എയ്ഡ്സ് രോഗത്തിനെതിരായ ബോധവൽക്കരണത്തിനായി എന്നാണ് ലോക എയ്ഡ്സ് ദിനമായി ആചരിക്കുന്നത്? ഡിസംബർ 1 ആണ് ലോക എയ്ഡ്സ് ദിനം. ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന കൊതുക് ഏതാ? ഈഡിസ് ഈജിപ്റ്റി കൊതുകാണ് ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ, മഞ്ഞപ്പനി എന്നിവ പരത്തുന്നത്. ബാക്ടീരിയയാൽ ഉണ്ടാകുന്ന ഏതു രോഗത്തിൻ്റെ പേരാണ് 1834 ജൊഹാൻ ഷോൺലിൻ നൽകിയത്? ക്ഷയം, ട്യൂബർക്യുലോസിസ്. ബാക്ടീരിയയാൽ ഉണ്ടാകുന്ന ഏതു രോഗത്തിൻ്റെ പേരാണ് 1834 ജൊഹാൻ ഷോൺലിൻ നൽകിയത്? ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ്. ആ പേര് നൽകിയത് ആരാണ്? 1834 ക്ഷയം അല്ലെങ്കിൽ ട്യൂബർക്യുലോസിസ് ആ രോഗത്തിന് ആ പേര് നൽകിയ ആള് 1834 ജൊഹാൻ ഷോൺലിൻ ആണ്. ജൊഹാൻ ഷോൺലിൻ. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരുന്നു? ക്ഷയം. ഡോട്ട്സ് എന്ന ചികിത്സാ രീതി ക്ഷയവുമായി ബന്ധപ്പെട്ടതാണ്. കോളറ, വയറുകടി തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ഏതു ചികിത്സാ രീതിയെ ജനകീയമാക്കിയ ഇന്ത്യൻ ഡോക്ടറാണ് ദിലീപ് മഹലനോബിസ്. ഏതാണ്? ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി. കോളറ, വയറുകടി തുടങ്ങിയ രോഗങ്ങളുള്ളവർക്ക് നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ നൽകുന്ന ഏതു ചികിത്സാ രീതിയെ ജനകീയമാക്കിയ ഇന്ത്യൻ ഡോക്ടറാണ് ദിലീപ് മഹലനോബിസ്. ഏതാണ്? ഓറൽ ഡീഹൈഡ്രേഷൻ തെറാപ്പി. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഒരു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന ഏതു രോഗമാണ് 1976 ആദ്യമായി തിരിച്ചറിയപ്പെട്ടത്? എബോള. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയിലെ ഏതു നദിയുടെ പേരിൽ അറിയപ്പെടുന്ന ഏതു രോഗമാണ് 1976 ആദ്യമായി തിരിച്ചറിയപ്പെട്ടത്? എബോളയാണ് കേട്ടോ, എബോള. കൊറോണ രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ചൈനയിലെ നഗരം? വുഹാൻ. നിപ്പ വൈറസ് രോഗം ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട രാജ്യം? മലേഷ്യ. നിപ്പ ആദ്യം റിപ്പോർട്ട് ചെയ്തത് മലേഷ്യ, കൊറോണ ആദ്യം റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാനിലാണ്. ചതുപ്പ് രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നിങ്ങനെ അറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. ചതുപ്പ് രോഗം അല്ലെങ്കിൽ ബ്ലാക്ക് വാട്ടർ ഫീവർ എന്നറിയപ്പെടുന്ന രോഗമാണ് മലമ്പനി. മാർജാര നൃത്ത രോഗം എന്നറിയപ്പെടുന്ന
മീനമാത രോഗത്തിന് കാരണമായ രാസവസ്തു. മീനമാത രോഗം അല്ലെങ്കിൽ മാർജാര രോഗം എന്നറിയപ്പെടുന്ന രോഗത്തിന് കാരണമായ രാസവസ്തുവാണ് മെർക്കുറി. ഹണ്ടിങ്ടൺ രോഗം ബാധിക്കുന്നത് ഏത് ശരീര വ്യവസ്ഥയെയാണ്? കേന്ദ്ര നാഡീ വ്യവസ്ഥ. കേന്ദ്ര നാഡീ വ്യവസ്ഥയെ ആണ് ഹണ്ടിങ്ടൺ ഡിസീസസ് ബാധിക്കുന്നത്. രാജകീയ രോഗം, ക്രിസ്മസ് രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്ന ഏതു പാരമ്പര്യ രോഗത്തിൻ്റെ ലക്ഷണമാണ് ചെറിയ മുറിവുണ്ടായാൽ പോലും രക്തം ഒഴുകുന്നത് നിലയ്ക്കാതിരിക്കുന്നത്? ഹീമോഫീലിയ. രാജകീയ രോഗം എന്നറിയപ്പെടുന്നത് ഏതാണ്? ഹീമോഫീലിയ. ഏത് ലോഹത്തിൽ നിന്നുമുള്ള വിഷബാധയാൽ ഉണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ഇതായ് രോഗം? ഏതാണ്? കാഡ്മിയം. ഏത് ലോഹത്തിൽ നിന്നുമുള്ള വിഷബാധയാൽ ഉണ്ടാകുന്ന തൊഴിൽജന്യ രോഗമാണ് ഇതായ്? കാഡ്മിയം. 2 പേജ് നമ്മൾ വായിച്ച് തീർത്തിട്ടുണ്ട്. ഇപ്പം തന്നെ എന്താ പറയുക, വീഡിയോയ്ക്ക് നല്ല ലെങ്ത് ആയിട്ടുണ്ട് കേട്ടോ. 2 പേജ്. അതായത് കേരളത്തിലെ സ്വാതന്ത്ര്യ സമര മുന്നേറ്റങ്ങളും ജീവകങ്ങളും രോഗങ്ങളും എന്ന 2 ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ ചോദിക്കാം. 5 ക്വസ്റ്റ്യൻ്റെയും ആൻസർ ഒന്ന് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. 1941 കാസർഗോഡ് ജില്ലയിലെ കാര്യങ്കോട് പുഴയുടെ തീരത്ത് വെച്ച് നടന്ന സമരം ഏതാണ്? 1941 പറഞ്ഞു പോയ പോയിന്റാണ്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. അടുത്ത ചോദ്യം, 1792 ഒരു പ്രധാനപ്പെട്ട ഒരു ഉടമ്പടി, ഒരു സന്ധി ഉണ്ടായിട്ടുണ്ട്. ആ സന്ധി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ അധീനതയിലായത്. ആ സന്ധിയുടെ പേര് ഏതാണ്? ആ സന്ധി, അതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാം. നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? നിശാന്തത ഏത് വൈറ്റമിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ്? അതൊന്ന് കമൻറ്റ് ചെയ്യൂ. 3 ക്വസ്റ്റ്യൻ ആയില്ലേ, ഇനി 2 ചോദിക്കാം. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഹിതപരിശോധന നടത്തിയ താലൂക്ക്. ഗുരുവായൂർ സത്യാഗ്രഹത്തോടനുബന്ധിച്ച് ഹിതപരിശോധന നടത്തിയ താലൂക്ക്. ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെയോ ഇനി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണേ. ജലത്തിൽ ലയിക്കുന്ന വൈറ്റമിൻസ് ഏതൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യുക. ജലത്തിൽ ലയിക്കുന്നത്. അപ്പോൾ ഈ ക്ലാസ് കംപ്ലീറ്റ് കേട്ട കുട്ടികൾക്ക് ഈ 5 ചോദ്യത്തിൻ്റെ ഉത്തരം കിട്ടിക്കാണും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണണമെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.